ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആ ഒരു യാത്രയിൽ ഗംഗ ഒരുപാടധികം സന്തോഷത്തിലായിരുന്നു. ഗംഗയുടെ മനസ്സിലപ്പോൾ വിരിഞ്ഞത് നിറമുള്ള കുറേയധികം സ്വപ്നങ്ങളായിരുന്നു. വിവാഹശേഷം വിനീതുമൊത്തുള്ള ആദ്യത്തെ യാത്ര അവൾക്കൊരു മധുരവിധിയാകുമെന്നാണ് അവളുടെ പ്രതീക്ഷ. മോഡേൺ ഡ്രസ്സൊക്കെ ധരിച്ച് കടൽ തീരത്തുകൂടെ വിനീതിന്റെ കയ്യും പിടിച്ച് നടക്കുന്നതും തിരമാലകളുടെ താളത്തിനൊപ്പിച്ച് അവനോടൊപ്പം നൃത്തം ചെയ്യുന്നതൊക്കെ കാറിലിരിക്കുമ്പോൾ തന്നെ അവൾ സ്വപ്നം കണ്ടിരുന്നു. പുഷ്പവാടിയിൽ നിന്ന് നഗരത്തിന്റെ തിരക്കിലേക്ക് ആ വരവ് അവളുടെ ഉള്ളിൽ എന്തെന്നില്ലാത്ത സന്തോഷം നിറച്ചു. പക്ഷേ യഥാർത്ഥം അവളുടെ സ്വപ്നങ്ങൾക്ക് നേരെ വിപരീതമായിരുന്നു. കാറിൽ നിന്നും പുറത്തിറങ്ങിയ ഗംഗ കണ്ടത് അവളെ തീർത്തും മറന്നുകൊണ്ട് സലീമിക്കയോടൊപ്പം ബേബി ചേട്ടനോടൊപ്പം തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന വിനീതിനെയാണ്. ഗംഗയെ ഒറ്റയ്ക്ക് കരയിൽ നിർത്തിയിട്ട് അവർ 3 പേരും കൂടി തിരമാലകളിലേക്ക് ഓടിയിറങ്ങി. കുട്ടികളെ പോലെ വെള്ളം തെറിപ്പിച്ചും പൊട്ടിച്ചിരിച്ചും അവർ ആർത്തുല്ലസിക്കുമ്പോൾ കരയിൽ ഒറ്റപ്പെട്ട പോലെ ഗംഗയുടെ കണ്ണുകളിൽ നിരാശ പടർന്നു. ചുറ്റും നടക്കുന്നതൊന്നും തന്നെ അവൾ അറിഞ്ഞില്ല. തന്റെ ഭർത്താവ് തന്നെന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ലല്ലോ എന്ന ചിന്ത അവളുടെ നെഞ്ചിൽ കൊള്ളിയാൽ പോലെ മിന്നി മാറി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിനീത് കരയിലേക്ക് കയറി വന്നു. അവന്റെ കയ്യിൽ കുറച്ച് ഐസ്ക്രീമും പിന്നെ പഴയ മോഡൽ പമ്പരവും ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഗംഗയുടെ ഉള്ളിലെ സങ്കടം ദേഷ്യമായി മാറാൻ തുടങ്ങി. എങ്ങനെയുണ്ട് ഗംഗെ, സ്റ്റൈലായിട്ടുണ്ടോ? ചിരിച്ചുകൊണ്ട് വിനീത് ചോദിച്ചു. കൂളിംഗ് ഗ്ലാസ് വെച്ച് വളരെ അഭിമാനത്തോടുകൂടിയാണ് അവന്റെ നിപ്പ്. എന്താ വിനീതേട്ടാ ഇതൊക്കെ? ഗംഗയുടെ ശബ്ദത്തിൽ നീരസം നിറഞ്ഞു നിന്നു. ഇത് ഗംഗക്ക് വാങ്ങിയതാണ്. ഗംഗക്ക് ഈ പമ്പരൊക്കെ ചെറുപ്പത്തിൽ എന്ത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അവൻ വളരെ നിഷ്കളങ്കമായി പറഞ്ഞു. അതൊക്കെ കൊച്ചിലുള്ള കാര്യമല്ലേ വിനീതേട്ടാ? വലുതാവുമ്പോൾ എനിക്കിതൊന്നും അത്ര ഇഷ്ടമില്ലെന്ന് മനസ്സിലാക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അവൾ മുഖം വെട്ടിച്ചു. അയ്യോ, ഗംഗക്ക് ഇഷ്ടമാണെന്ന് വിചാരിച്ചാ ഞാൻ ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത്. ദേ നോക്ക്, ഈ ഐസ്ക്രീം ഗംഗക്ക് വേണ്ടി വാങ്ങിച്ചതാ. അവൻ ഐസ്ക്രീം അവൾക്ക് നേരെ നീട്ടി. മനസ്സിലാ മനസ്സോടുകൂടെ തന്നെ അവൾ അത് വാങ്ങിച്ച് കഴിച്ചു തുടങ്ങി. വാ ഗംഗെ, നമുക്ക് ഇവിടെയൊക്കെ നിന്ന് ഓടി നടക്കാം, വിനീത് സ്നേഹത്തോടെ വിളിച്ചു. വേണ്ട, എനിക്കെന്തോ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുന്നു. നമുക്ക് തിരിച്ചു പോയാലോ? ഗംഗയുടെ വാക്കുകളിൽ കടുത്ത നിരാശയുണ്ടായിരുന്നു. തിരിച്ചു പോവാനോ? അയ്യോ, അതിനാണോ ഗംഗെ നമ്മൾ ഇത്രയും ദൂരം വന്നത്? നമ്മൾ ഒരു ദിവസം ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ വന്നതല്ലേ? പെട്ടെന്ന് പോയ ബേബി ചേട്ടനും സലീമിക്കാക്കൊക്കെ വല്ലാത്ത വിഷമം തോന്നില്ലേ? അപ്പോഴേക്കും തന്റെ ഭാര്യയുടെ വിഷമത്തേക്കാൾ സ്വന്തം കൂട്ടുകാരുടെ കാര്യത്തിലാണ് വിനീതിന് ശ്രദ്ധ എന്ന് ഗംഗക്ക് മനസ്സിലായി. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ ഒരു മുറിവായി വീണു. എങ്കിൽ വിനീതേട്ടൻ പോയിക്കോ, അവൾ അറുത്തുമുറിച്ച് പറഞ്ഞു. ഗംഗയുടെ മനസ്സിലെ സങ്കടം തിരിച്ചറിയാൻ കഴിയാതെ വിനീത് വീണ്ടും കൂട്ടുകാർക്കൊപ്പം കടലിലേക്ക് ഓടിപ്പോയി. കരയിൽ തനിച്ചു നിൽക്കുന്ന ഗംഗയെ കണ്ടുകൊണ്ട് ആ വഴി വരുന്ന 2-3 ചെറുപ്പക്കാർ അവളുടെ അടുത്തേക്ക് വന്നു. സാരി എടുത്തു നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. എന്താ മോളെ, ഒറ്റക്കാണോ? ഞങ്ങൾ കൂടെ നിൽക്കണോ? അവരുടെ ചോദ്യങ്ങളും നോട്ടവും ഗംഗയിൽ വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ചുറ്റും ആരുമില്ലാത്ത അവസ്ഥ അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അവളുടെ കണ്ണുനീര് കണ്ടപ്പോഴാണ് വിനീത് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയത്. അവൻ ഓടി വരുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ അവിടെ നിന്നു സ്ഥലം വിട്ടിരുന്നു. എന്തു പറ്റി ഗംഗെ? വിനീത് പരിഭ്രമത്തോട് ചോദിച്ചു. വിനീതേട്ടാ, ഇതിനാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ കരുതിയത് നമ്മൾ ഒറ്റക്കാർക്കും ഈ യാത്ര വരുന്നത് എന്നാണ്. എല്ലാവരും കൂടിയുള്ളൊരു യാത്രയായിരുന്നെങ്കിൽ പിന്നെ എന്റെ ആവശ്യമില്ലായിരുന്നല്ലോ, അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അയ്യോ ഗംഗെ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാ വരുന്നത്? എനിക്ക് എന്തിനും ഏതിനും അവരുണ്ട്. അവരെയും കൂടെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അവർക്ക് വിഷമമാവില്ലേ എന്ന് വിചാരിച്ചിട്ടാ. വിനീത് ന്യായീകരിക്കാൻ ശ്രമിച്ചു. എന്തായാലും എനിക്ക് മതിയായി, നമുക്ക് തിരിച്ചു പോവാം, അവൾ തറപ്പിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ബേബി ചേട്ടനും സലീമിക്കായും അങ്ങോട്ടേക്ക് വന്നു. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ബേബി ചേട്ടന് വല്ലാത്ത കുറ്റബോധം തോന്നി. അത് ശരിയാ വിനീതേ, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ആദ്യമായിട്ട് പോകുന്ന യാത്രയല്ലേ? നിങ്ങൾ ഒറ്റക്കായിരുന്നു പോവേണ്ടത്. ഞങ്ങൾ അത് ഓർത്തില്ല. മോളെ, നീ വിഷമിക്കണ്ട. നീ ഒറ്റയ്ക്ക് അധികം പരിചയമില്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ ഞങ്ങൾ കൂടെ വരുന്നത് ശരിയായില്ല. അവർ ഗംഗയോട് കുറച്ചുനേരം വിനീതിനൊപ്പം നടക്കാൻ പറഞ്ഞുവെങ്കിലും അവൾ അതിന് തയ്യാറായില്ല. ഒടുവിൽ എല്ലാവരും കൂടി തിരികെ വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. മടക്കയാത്ര തികച്ചും മൗനത്തിലായിരുന്നു. പകുതി വഴിയെത്തിയപ്പോൾ വണ്ടി പെട്ടെന്ന് നിന്നു. എത്ര ശ്രമിച്ചിട്ടും കാറ് സ്റ്റാർട്ടാവുന്നില്ല. ഗംഗയുടെ ദേഷ്യം ഇരട്ടിച്ചു. ഇതെന്താ സ്റ്റാർട്ടാവാത്തത്? അവൾ അസ്വസ്ഥതയോട് ചോദിച്ചു. വണ്ടിക്ക് എന്തോ പണി കിട്ടി മോളെ, നമുക്കൊന്ന് തള്ളി നോക്കാം, ബേബി ചേട്ടൻ പറഞ്ഞു. സലീമിക്കായും ബേബി ചേട്ടനും വിനീതും കൂടി കാറ് തള്ളാൻ തുടങ്ങി. പക്ഷേ കാർ അനങ്ങിയില്ല. ഒടുവിൽ ഗംഗക്കും കാറിൽ നിന്നും ഇറങ്ങി അവരോടൊപ്പം തന്നെ തള്ളേണ്ടി വന്നു. പൊരിഞ്ഞ വെയിലത്ത് വിയർപ്പൊലിച്ചുകൊണ്ട് തന്നെ കാറ് തള്ളുമ്പോൾ അവളുടെ മനസ്സ് വിങ്ങുകയായിരുന്നു. ദൈവമേ, ഇങ്ങനൊരു ജീവിതമാണോ ഞാൻ ആഗ്രഹിച്ചത്? എന്റെ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. സ്വന്തം വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഴുവൻ വെറുപ്പും സമ്പാദിച്ച് ഒരു കല്യാണം കഴിച്ചിട്ട് അവസാനം എനിക്ക് കിട്ടിയതെന്താ? കണ്ണുനീർ വിയർപ്പിൽ കരുന്നിങ്ങനെ ഒഴുകി. ഒരുവിധം കാറ് സ്റ്റാർട്ടാക്കി അവർ വീട്ടിലെത്തി. വീട്ടുമുറ്റത്ത് കാറ് വന്നു നിന്നപ്പോൾ ശാരദക്കും നിളയും യമുനയും പുറത്തേക്ക് വന്നു. എങ്ങനെയുണ്ടായിരുന്നു മോളെ ട്രിപ്പ്? ശാരദ സ്നേഹത്തോടെ ചോദിച്ചു. കുഴപ്പമൊന്നുമില്ലായിരുന്നു അമ്മേ, വിനീത് പെട്ടെന്ന് തന്നെ മറുപടി നൽകി. പക്ഷേ ഗംഗയുടെ മുഖത്ത് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. എന്തു പറ്റി ഗംഗെ? യാത്ര ചെയ്തതിന്റെ ക്ഷീണാണോ? ശാരദ ചോദിച്ചു.
അപ്പോഴാണ് യമുന അങ്ങോട്ടേക്ക് വന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഗംഗേച്ചി യാത്രയ്ക്ക്? ഒത്തിരി സ്ഥലത്തൊക്കെ പോയോ? ആ, കുറെ സ്ഥലത്തൊക്കെ പോയി, ഗംഗ വരണ്ട സ്വരത്തിൽ തന്നെ പറഞ്ഞു. എന്നാലും ചേച്ചിക്ക് എന്നെ കൂടെ വിളിക്കാമായിരുന്നു എന്ന് യമുന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയാ, നിന്റെ കുറവ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഗംഗയുടെ മറുപടിയിൽ കരുത്ത പരിഹാസമുണ്ടായിരുന്നു. അതെന്താ ഗംഗേച്ചി അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ ഒറ്റയ്ക്കല്ലായിരുന്നോ പോയത്? ബേബി ചേട്ടനും സലീമൊക്കെയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങളെ കൂട്ടാമായിരുന്നില്ലേ? അതൊരു ഫാമിലി ട്രിപ്പ് പോലെ ആയില്ലേ? അല്ലാതെ ഹണിമൂൺ ട്രിപ്പൊന്നും അല്ലായിരുന്നല്ലോ. യമുനയുടെ വാക്കുകൾ ഗംഗയുടെ നെഞ്ചിൽ അമ്പ് പോലെ തറച്ചു. മുറിയിലേക്ക് വരികയായിരുന്ന വിനീത് ഈ സംസാരം മുഴുവൻ കേട്ടു. ഗംഗയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം വന്നത് എന്ന് അവൻ അപ്പോഴാണ് മനസ്സിലായത്. അപരിചിതമായൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു കൂട്ടിനു വേണ്ടിയിട്ടാണ് താൻ കൂട്ടുകാരെ കൊണ്ടുപോയത്. പക്ഷേ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഗംഗ ആഗ്രഹിച്ചത് തന്റെ സാമീപ്യം മാത്രമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിനീതിന്റെ ഉള്ളിൽ വല്ലാത്ത കുറ്റബോധം തോന്നി. അവളെ സന്തോഷിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് അവസാനം അവൾക്ക് സങ്കടം മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന് വിചാരിച്ച് അവനൊന്നും മിണ്ടാതെ തിരിഞ്ഞു നടന്നു. ഇതേസമയം രഘുരാമന്റെ തറവാട് വീട്ടിൽ കനത്ത നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു. വരാന്തയിലെ വലിയ ചാരുകസയിൽ രഘുരാമൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്ത ഗാംഭീര്യം നിറഞ്ഞു നിന്നു. ശിവരാമന്റെ പേരിലേക്ക് എഴുതി കൊടുക്കുന്ന ആ ഒരു പവർ ഓഫ് അറ്റോർണി അദ്ദേഹം റദ്ദാക്കിയിരിക്കുന്നു എന്ന വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ശിവരാമൻ പാഞ്ഞെത്തി. അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ശിവരാമൻ രഘുരാമന്റെ കാല് പിടിച്ച് കെഞ്ചാൻ തുടങ്ങി. ആ സമയത്തിന് മുകളിൽ നിന്ന് പടികളിറങ്ങി വരുന്ന നരയൻ അങ്ങോട്ടേക്ക് വന്നു. അവന്റെ കണ്ണുകളിൽ തീ പാറുന്നുണ്ടായിരുന്നു. ഓ, ഒരു ചെറിയച്ഛൻ വീണ്ടും അടവ് വെച്ച് ഇറങ്ങിയതാണോ? നരേന്റെ ശബ്ദം ആ വലിയ ഹാളിൽ മുഴങ്ങി കേട്ടു. അല്ല മോനെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഞാനല്ലേ ഇത്ര നാളും സ്വത്തുക്കളൊക്കെ നോക്കി നടത്തിക്കൊണ്ടിരുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അച്ഛന് വയ്യാതിരിക്കല്ലേ? നീയോ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോലുമില്ല. പിന്നെ ഞാനില്ലാതെ എങ്ങനെയാ കമ്പനി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്? ശിവരാമൻ ദയനീയമായി ചോദിച്ചു. ആ തീരുമാനം ഞാൻ അങ്ങ് മാറ്റി ചെറിയച്ചാ. നരേൻ പടികൾ ഇറങ്ങി അവന്റെ നേരെ വന്നു. ഇനി ഞാൻ റൂമിൽ നിന്നും പുറത്തിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഇനി മുതൽ കമ്പനി കാര്യങ്ങളും സ്വത്തുക്കളും ഒക്കെ നോക്കി നടത്താനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. നീയോ? ശിവരാമൻ ഞെട്ടലോടെ ചോദിച്ചു. എന്റെ അച്ഛൻ കൈകാര്യം ചെയ്തിരുന്ന സ്വത്തുക്കളെല്ലാം തന്നെ നോക്കി നടത്താൻ നിനക്ക് കഴിയോ? അത് ഞാൻ കാണിച്ചു തരാം. നരേന്റെ വാക്കുകളിൽ ഉറപ്പുണ്ടായിരുന്നു. മുത്തച്ഛന്റെ മുഖത്ത് വല്ലാത്തൊരു ആശ്വാസവും സന്തോഷവും നിറഞ്ഞു നിന്നു. തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന്റെ സന്തോഷം ആ കണ്ണുകളിൽ കാണാമായിരുന്നു. ഇനിവിടെ ഒരു കളിയും നടക്കില്ലെന്ന് ശിവരാമന് മനസ്സിലായി. നരേൻ ഒരു തീരുമാനമെടുത്താൽ പിന്നെ അവന് തടയാൻ ആർക്കും കഴിയില്ല. കമ്പനിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ തനിക്ക് കൂട്ടുനിന്ന് ജയപാലനെ ഉടനെ തന്നെ വിവരമറിയിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. പുറത്തിറങ്ങിയ ഉടനെ തന്നെ അയാൾ ജയപാലനെ ഫോൺ വിളിച്ചു. ജയപാല, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി. നരേനാണ് ഇനി കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. കുറിഞ്ഞുമലയിലെ സ്വത്തിന്റെ കാര്യത്തിലും അവൻ ഇടപെടും. അന്ന് അച്ഛന്റെ പവർ ഓഫ് അറ്റോർണിയുടെ ബലത്തിലാണ് ഞാൻ നിനക്ക് ആ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ ശരിയാക്കി തന്നത്. ഇനി നരേൻ ഇത് അന്വേഷിച്ച നീയും കുടുങ്ങും, ഞാനും കുടുങ്ങും. എങ്ങനെയെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഫോൺ കട്ട് ചെയ്തപ്പോൾ ജയപാലിന്റെ നെഞ്ചിരിപ്പ് കൂടി. കാവേരി ഇപ്പൊ തന്നെ ആ 5 ഏക്കർ വസ്തുവിന്റെ പിന്നാലെയാണ്. അതിന്റെ കൂടെ നരേൻ കൂടി വന്നു കഴിഞ്ഞാൽ താൻ ജയിലിൽ പോകുമെന്ന കാര്യത്തിൽ അയാൾക്ക് ഉറപ്പായിരുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ. ജയപാലൻ നേരെ എത്തിയത് അരവിന്ദന്റെ വീട്ടിലേക്കാണ്. മുറ്റത്തേക്ക് വണ്ടി കയറി വന്നപ്പോൾ തന്നെ ശാരദയുടെ മുഖം അനിഷ്ടം പ്രകടമായിരുന്നു. കാവേരിയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ ജയപാലേട്ടാ ഈ വഴിക്ക്? ശാരദ ചോദിച്ചു. അത് ശാരദയെ, നീ എപ്പോഴും എന്നെ ഒരു ചേട്ടൻ സ്ഥാനത്ത് കാണുന്നത് കൊണ്ടല്ലേ എന്നോർത്തപ്പോൾ എനിക്കൊരു സന്തോഷം. അയാൾ കള്ളച്ചിരിയോടെ പറഞ്ഞു. അത് എന്റെ അരവിന്ദേട്ടൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ടാ, അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ശാരദയുടെ വാക്കുകളിൽ കയ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്നോട് എന്താ ശാരദയെ ഇത്ര ദേഷ്യം? ഞാനൊന്നും നിങ്ങളുടെ നന്മ മാത്രമല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഓ, അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. കാവേരി ഇടക്ക് കയറി. വീട് ജപ്തിയായപ്പോഴും എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ച വസ്തു ഇല്ലാതാക്കിയപ്പോഴും ജയപാലൻ അങ്കിളിന് ഞങ്ങളോട് എത്രമാത്രം സ്നേഹമുണ്ടായിരുന്നുവെന്ന് അന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. കാവേരി മോളെ, നീ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന 5 ഏക്കർ വസ്തു നിന്റെ അച്ഛൻ വാങ്ങിയതല്ല. അരവിന്ദന് അത് വാങ്ങണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അവന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്റെ കാശ് കൊടുത്തിട്ടാ അത് വാങ്ങിച്ചത്. അയാൾ വളരെ തന്ത്രപരമായി പറഞ്ഞു. നിങ്ങൾ കള്ളം പറയണ്ടെങ്കിലേ. കാവേരിയുടെ ശബ്ദമുയർന്നു. എന്റെ അച്ഛൻ മണലാരണ്യത്തിൽ കിടന്ന് ചോര നീരാക്കി ഉണ്ടാക്കിയ കാശിനാണ് ആ വസ്തു വാങ്ങിച്ചത്. അതിന്റെ ആധാരവും രേഖകളും എവിടെയാണെന്നൊക്കെ എനിക്കറിയാം. മോളെ, നീ ചുമ്മാ ഓരോന്നിങ്ങനെ വിചാരിച്ചു കൂട്ടുകയാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് ഇത്രമാത്രം ദേഷ്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗംഗയെ കൊണ്ട് വിനീതിനെ കല്യാണം കഴിപ്പിക്കുവോ? വിനീത് ഈ നാടുമായിട്ട് മാത്രം ബന്ധമുള്ള ഒരു പാവം പയ്യനാ. ഗംഗക്കാണെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങളാണ്. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയാ ഞാൻ ആലോചന കൊണ്ടുവന്നത്. ജയപാലൻ വിഷയം മാറ്റാൻ ശ്രമിച്ചു. വളരെ വലിയ കാര്യം ചെയ്തു പോയി. കാവേരി പുച്ഛത്തോടെ ചിരിച്ചു. ഒരു 2ാം കെട്ടുകാരനെ എന്റെ ചേച്ചിയെ കൊണ്ടുകൊടുത്തതാണോ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം? അന്നത്തെ ഞങ്ങളുടെ ഗതികേട് വെച്ച് അത്രയും സ്വർണ്ണവും പണവും ഒന്നും കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ ആലോചന കൊണ്ടുവന്നത്?
നിങ്ങൾ ആവശ്യമില്ലാതെ ചൂടാകണ്ട. ജയബാലൻ സ്വരം മാറ്റി തുടങ്ങി. ചൂടാകും. കാവേരി അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി. എന്റെ അച്ഛനെ ചതിച്ച് നിങ്ങൾ സ്വന്തമാക്കിയ ആ പുരയിടത്തിന്റെ സത്യാവസ്ഥ ഞാൻ പുറത്തു കൊണ്ടുവരും. അതിന് ഏതറ്റം വരെയും ഞാൻ പോവേണ്ടി വന്നാലും ഞാനത് പോവും. ആ വസ്തുവിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് ഞാൻ തെളിയിക്കും. ഇതെന്റെ അച്ഛനാണ് സത്യം. കാവേരിയുടെ വെല്ലുവിളി കേട്ടപ്പോൾ ജയബാലന്റെ മുഖത്ത് ഭയം നിഴലിച്ചു. ഇവളെ ഇനിയും വിട്ടയച്ചാൽ തനിക്ക് വലിയ പണിയാവുമെന്ന് അയാൾക്ക് മനസ്സിലായി. ഇവളെ ഇല്ലാതാക്കുക, അല്ലാതെ വേറെ വഴിയില്ല. മനസ്സിലൊരു കൊടും ചതിയുമായി അയാൾ അവിടെ നിന്നും ഇറങ്ങി. രാത്രി ഏറെ വൈകിയിരുന്നു. ടൗണിലെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് കാവേരി സ്കൂട്ടറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വിജനമായ വഴി. സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്തുന്നില്ല. ചീവീടുകളുടെ കരച്ചിൽ മാത്രം ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ഒരു കറുത്ത ജീപ്പ് അതിവേഗത്തിൽ പാഞ്ഞു വന്നത്. ജീപ്പിന്റെ വലിയ ഹെഡ്ലൈറ്റുകൾ കാവേരിയുടെ കണ്ണുകളെ കുത്തി നോവിച്ചു. വണ്ടി അവൾക്ക് നേരെ ഇടുക്കാൻ പാഞ്ഞെടുക്കുകയാണ്. അവൾക്ക് മനസ്സിലായി. ഭയന്ന് വിറച്ച് കാവേരി സ്കൂട്ടർ വെട്ടിച്ചെങ്കിലും നിയന്ത്രണം വിട്ട് അവൾ നേരെ റോഡരികിലേക്ക് വീണു. ജീപ്പ് റിവേഴ്സ് എടുത്ത് വീണ്ടും അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. കാവേരി അവിടെ നിന്നും എഴുന്നേറ്റ് ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. ഇരുളടഞ്ഞ വഴികളിലൂടെ അവൾ കുതിച്ചുകൊണ്ട് ഓടി. കാൽ തട്ടി വീഴാൻ പോയിട്ടും അവൾ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. പുറകിൽ ജീപ്പിലെ ഗുണ്ടകൾ അവളെ അസഭ്യം പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. ദൈവമേ, എന്നെ രക്ഷിക്കണേ, അവൾ മനസ്സുരുകിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു മതിലിനോട് ചേർന്ന് ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴും 2 ഗുണ്ടകൾ അവൾക്ക് നേരെ പാഞ്ഞെടുത്തു. അവരിൽ ഒരാൾ അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് കൈനീട്ടിയതും ഇരുളിൽ നിന്നും ഒരു നിഴൽ പുറത്തു വന്നു. അവന്റെ മുഖത്തേക്കത് ആഞ്ഞടിച്ചു. ഒരൊറ്റ അടിയിൽ അവൻ ദൂരത്തേക്കങ്ങ് തെറിച്ചു വീണു. കാവേരി ഭയത്തോടെ തലയുയർത്തി നോക്കി. ഇരുട്ടിന്റെ 6 അടി ഉയരത്തിൽ ദേഷ്യം കൊണ്ട് വിറക്കുന്ന നരയൻ. ബാക്കിയുള്ള ഗുണ്ടകൾ നരേന് നേരെ പാഞ്ഞെടുത്തു. പക്ഷേ നരേന്റെ അടിയുടെ വേഗതയ്ക്ക് മുന്നിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവരെ നിലം പരിശാക്കിയ ശേഷം നരേൻ കാവേരിയുടെ അടുത്തേക്ക് വന്നു. കാവേരി, കുഴപ്പമൊന്നുമില്ലല്ലോ? അവന്റെ ശബ്ദത്തിൽ കരുതൽ നിറഞ്ഞു നിന്നു. ഇല്ല, എനിക്ക് കുഴപ്പമില്ല. നരേൻ എങ്ങനെയാ ഇവിടെ എത്തിയത്? കിതപ്പോടെ അവൾ ചോദിച്ചു. എനിക്കറിയാമായിരുന്നു ജയബാലൻ എന്തെങ്കിലും പണിയൊപ്പിക്കുമെന്ന്. ഞാൻ കുറച്ചു ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാവേരി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നരേനോട് പറഞ്ഞു. ജയബാലൻ 5 ഏക്കർ വസ്തു തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതും താൻ സത്യം കണ്ടെത്താൻ ഇറങ്ങിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൾ തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ നരേന്റെ മുഖത്ത് വല്ലാത്തൊരു വാശി നിറഞ്ഞു നിന്നു. ഇനി തനിച്ചല്ല കാവേരി, ജയബാലനെ പൊരുതാൻ ഞാനും നിന്റെ കൂടെ ഉണ്ടാവും. സത്യം നമ്മൾ പുറത്തു കൊണ്ടുവരും. നരേന്റെ ആ വാക്കുകൾ കാവേരിക്ക് വല്ലാത്ത ധൈര്യം പകർന്നു നൽകി. ഇതേ സമയത്തിനെ കാണിക്കുന്നത് വിനീതിന്റെ വീടായിരിക്കും. അവിടെ ഇപ്പോൾ താമസിക്കുന്നത് വിനീതിന്റെ അമ്മ സുജാതയും സഹോദരി ഗീതയും ഭർത്താവും കുട്ടിയുമാണ്. ഗീതയുടെ ഭർത്താവിന് സുജാതയുടെ സ്വത്തിൽ വലിയ കണ്ണുണ്ടായിരുന്നു. അന്ന് രാവിലെ സുജാത ഗീതയും ഭർത്താവിനെയും വിളിച്ചു വരുത്തി സംസാരിക്കുകയാണ്. നോക്ക് ഗീതേ, നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. പക്ഷേ എന്റെ സ്വത്തും പണവും കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എങ്കിൽ അതൊന്നും ഒരിക്കലും നടക്കില്ല. നിനക്ക് തരാനുള്ളതൊക്കെ ഞാൻ പണ്ടേ തന്നു കഴിഞ്ഞതാ. സുജാതയുടെ വാക്ക് കേട്ടപ്പോൾ ഗീതയ്ക്ക് ദേഷ്യം വന്നു. എന്താ അമ്മ ഈ പറയുന്നത്? അമ്മക്ക് വയസ്സായില്ലേ? മോന്റെ കാര്യം നോക്കി വേറെ വഴിക്ക് പോയി. ഇപ്പോ അമ്മയെ നോക്കാൻ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ വസ്തുവൊക്കെ വിറ്റ് എന്റെ ഭർത്താവിന്റെ സോപ്പ് കമ്പനി ഇട്ട് തന്നാൽ ഞങ്ങൾ അമ്മയെ പൊന്നുപോലെ നോക്കില്ലേ? വയസ്സാം കാലത്ത് അമ്മക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ സ്വത്തും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാ മതിയോ? നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട, സുജാത ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കൊരു മക്കളുടെയും സഹായമൊന്നും ആവശ്യമില്ല. എനിക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ ആരെയും വിളിക്കാനും പോകുന്നില്ല. ഈ സ്വത്ത് നിങ്ങളുടെ പേരിൽ എഴുതി വെക്കാനും പോകുന്നില്ല. ഇതൊക്കെ കേട്ട് വരാന്തയിൽ നിന്നിരിക്കുന്ന ഗീതയുടെ ഭർത്താവ് കോപത്തിൽ ചുരിച്ചു. അയാൾ അകത്തേക്ക് പോയി ഒരു വലിയ വെട്ടുകത്തിയുമായി പാഞ്ഞു വന്നു. ചേട്ടാ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ഗീത ഭയത്തോടെ അയാൾക്ക് നേരെ തടയാൻ നോക്കി ചോദിച്ചു. മാറി നിക്കടി അങ്ങോട്ടേക്ക്. ആ തള്ളയുടെ അഹങ്കാരം കണ്ടില്ലേ? സ്വന്തം മോൻ വരെ തിരിഞ്ഞു നോക്കുന്നില്ല. എന്നിട്ടും സ്വത്ത് മുഴുവൻ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവളുടെ കഥ ഞാൻ കഴിക്കും. അയാൾ വെട്ടുകത്തിയുമായി സുജാതയുടെ നേരെ വന്നു. സുജാത പേടിച്ച് വിറച്ച് ചുവരിലേക്ക് പറ്റി നിന്നു. ഗീത ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് കരഞ്ഞു. വേണ്ട ചേട്ടാ, അമ്മയൊന്നും ചെയ്യല്ലേ. അതേസമയം വിനീതാണെങ്കിൽ ബൈക്കിൽ വീട്ടിലേക്ക് വരുമായിരുന്നു. രാവിലെ തൊട്ട് അവൻ എന്തോ വല്ലാത്തൊരു വല്ലായ്മ തോന്നി. അമ്മയ്ക്കെന്തോ ആപത്ത് വരുന്നുണ്ട് എന്ന് അവന് മനസ്സിലായി. വണ്ടി മുറ്റത്തേക്ക് കയറുമ്പോൾ തന്നെ വീടിനകത്തു നിന്നുള്ള ബഹളം അവൻ കേട്ടു. ഓടിച്ചെന്ന് മുൻവാതിൽ തള്ളി തുറന്ന് വിനീത് കണ്ട കാഴ്ച അവനെ നടുക്കി. തന്റെ അമ്മയുടെ കഴുത്തിന് നേരെ വെട്ടുകത്തിയുമായി നിൽക്കുന്ന അളിയൻ. എന്താടാ ഇവിടെ നടക്കുന്നത്? വിനീത് ഇടിമുഴക്കം പോലെ അലറി. ഒറ്റ കുതിപ്പിന് അവൻ അളിയന്റെ കഴുത്തിനങ്ങ് കുത്തിനി പിടിച്ച് പുറകോട്ട് തള്ളി. അയാൾ നിലത്തേക്ക് വീണു. നിനക്കെങ്ങനെ ധൈര്യം വന്നടാ എന്റെ അമ്മയുടെ നേരെ കത്തി വീശാന്? വിനീത് അയാളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ടാണ് ചോദിച്ചത്. നീ മാറി നിൽക്കടാ. ഗീത വിനീതിന്റെ നേരെ തട്ടിക്കയറി. നീ അല്ലടാ സ്വന്തം അമ്മയെ ഉപേക്ഷിച്ചിട്ട് വേറെ പെണ്ണിന്റെ പുറകെ പോയത്. ഇപ്പോൾ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ ഇവിടെ നിന്ന് പോയി എന്ന് കരുതി എന്റെ അമ്മയെ കൊന്ന് സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റാൻ ഞാൻ നിങ്ങളെ അനുവദിക്കില്ലടി. വിനീതിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. ഇതെനിക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. നീ പറയുമ്പോൾ ഇറങ്ങിപ്പോവാനൊന്നും ഞങ്ങൾക്ക് സൗകര്യമില്ല. ഗീത വാശി പിടിച്ചു. ഓ, അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. കൊലപാതക ശ്രമത്തിന് നിങ്ങൾ അകത്തിടാൻ ഒരു ഫോൺ കോള് മാത്രം മതി. വിനീത് ഫോണെടുത്ത് പോലീസിനെയും നിവിനെയും വിളിക്കാൻ തുടങ്ങി.
പോലീസിന്റെ പേര് കേട്ടപ്പോൾ തന്നെ അലയന്റെ ധൈര്യം ചോർന്നു. ഗീതയും ഭയന്നു. അവർ വേഗത്തിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കുട്ടിയും എടുത്തുകൊണ്ട് വേഗം പുറത്തേക്ക് നടന്നു. ഇനി മേലാൽ ഇതിലൊരൊറ്റെണ്ണം പോലും ഈ കോമ്പൗണ്ടിൽ പോലും കാല് കുത്തിയേക്കരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വിനീത് വാതിലടച്ചു. സുജാത പൊട്ടിക്കരഞ്ഞ് വിനീതിന്റെ നെഞ്ചിലേക്ക് വീണു. മോനെ, അവൾ അവനെ ഇറുക്കി പുണർന്നു. വിനീതിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. സ്വന്തം ചോരയേക്കാൾ വലുതായി ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് തന്നെ അവർ തിരിച്ചറിഞ്ഞിരുന്നു. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.